എനിക്കെന്നെ ഇഷ്ടമായ ഒരാളായ സ്ഥിതിക്ക് ഞാൻ എൻ്റെ കഥ പറയാം. ഇൻട്രസ്റ്റാണ് ഞാൻ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഞാൻ ഇങ്ങനെ ഇട്ട് ഞാൻ ആൾക്കാർ ജഡ്ജ് ചെയ്യൂലേ, അപ്പം ഞാൻ ഒരാളൊരു കണ്ടന്റ് ക്രിയേറ്ററിനെ പോലെ ആക്ട് ചെയ്യുന്നവരായി പോകൂലേ അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഒരിക്കലും ഇതൊന്നും ട്രൈ ചെയ്ത ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഒരു മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അവർ ജഡ്ജ് ചെയ്യില്ല. ഇനി നമ്മൾ ഫിറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഒരിക്കലും ജിം ട്രെയിനർ അവർ ജഡ്ജ് ചെയ്യില്ല, അവർ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതേപോലെ തന്നെ ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഓൾറെഡി ഏൺ ആയിട്ടുള്ള ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഒരിക്കലും ജഡ്ജ് ചെയ്യില്ല. ആരാ ജഡ്ജ് ചെയ്യുക? ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരെ ജഡ്ജ് ചെയ്യുക. അവരൊക്കെ എന്താ വേണ്ടത്? നമ്മളിങ്ങനെ ഒരേപോലെ സെയിം സിസ്റ്റത്തിൽ പോകാൻ ആഗ്രഹിക്കുകയാണ് എല്ലാവരും ചെയ്യുന്നത്. നമ്മൾ ഒരേപോലെ ആയി നിന്ന് കഴിഞ്ഞാൽ ലൈക്ക് ഓക്കെ, നമ്മൾ അവരെക്കാട്ടും ഡിഫറെൻ്റ് ആയാലാണ് അവർക്ക് വലിയ പ്രശ്നം. അപ്പം എന്ത് ചെയ്യാൻ നോക്കുക? ഡിഫറെൻ്റ് ആവാൻ നോക്കുക. അത് നല്ലതാണോ അല്ലയോ നിങ്ങൾ തീരുമാനിക്കണം. കംഫർട്ട് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ്. എന്ന് വെച്ചാൽ കാട്ടിക്കൂട്ടിലല്ല, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, നമുക്കൊരു കംഫർട്ട് ഉണ്ടാവണം. നിങ്ങൾ കംഫർട്ട് എന്താ കണ്ടുപിടിക്കും, അതേപോലെ ചെയ്യാം. ഈ ഒറ്റ ശ്വാസത്തിൽ പറയാനും വേണം കുറേ കാര്യം. നമുക്ക് ഇനിയും ഇങ്ങനെ കാണാൻ അവസരമുണ്ടെങ്കിൽ